കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് എപ്പോഴും സ്റ്റോറിൽ അവൈലബിൾ അല്ല, പക്ഷേ എന്നാലും വരുമ്പോഴെല്ലാം ഒത്തിരി ഡിമാൻഡുള്ള അപ്ലിക്ക് വർക്ക് ചെയ്ത ഒരു നെറ്റ് കോട്ട സാരി. നല്ല ഭംഗിയാണ്, നല്ല സ്റ്റാൻഡേർഡാണ്. ഫുള്ള് അപ്ലിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുന്താണിയാണിത്, കണ്ടോ? ഇതന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ സ്റ്റോറി വരാറുണ്ട്. ഞാൻ വീഡിയോ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും വരും, പക്ഷേ വീഡിയോ കഴിയുമ്പോഴത്തേനും അത് തീർന്നു പോകലാണ് പതിവ്. ഇത് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു വൈറ്റ് എന്ന് പറയും, വൈറ്റാണ്, ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഒരു വൈറ്റ് അല്ല, എന്നാലും വൈറ്റാണ്. ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. വൈറ്റിൽ ലാവണ്ടർ ഷെയ്ഡിൽ ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുക. നല്ല ഭംഗിയാണ്. എന്തോരം ഭംഗിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല, അത്രയ്ക്ക് രസമാണ്. കണ്ടോ അകത്തോട്ടുള്ള പാർട്ട് ഇത് വരും ബ്ലൗസിൻ്റെ പാർട്ട്. ബ്ലൗസിൻ്റെ കയ്യിൽ ഈ ഒരു 3 ലീഫിൻ്റെ ആപ്ലിക്ക് വർക്ക് ചെയ്തിരിക്കുക. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാവേ. ആപ്ലിക്ക് വർക്കിലും ആപ്ലിക്ക് വർക്കിൻ്റെ ഡിസൈനിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ വന്നിട്ട് നല്ല പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ വരും മുന്താണി വരുമ്പോൾ നിറച്ചും വരും. ആപ്ലിക്ക് വർക്ക് ചെയ്യുന്നതിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം എത്രയും സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സാരിക്ക് റേറ്റ് ഉള്ളത്. പിന്നെ നെറ്റ് കോട്ടയുടെ നല്ല കൂടിയ ഫാബ്രിക്കലാണ് വന്നിരിക്കുന്നത്. ഇത് വരും ബോർഡർ, കണ്ടോ? ഇങ്ങനെ ബോർഡറായിട്ട് വരും. ബ്ലൗസ് വരുമ്പോൾ അതിൻ്റെ അങ്ങനെ തന്നെ ബ്ലൗസ്. ഇത് ആ 3 ഫ്ലവർ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കും. നല്ല നമ്മൾ ബ്ലൗസിന് ലൈനിങ് വിടണം, സാരിക്ക് സാരി ഫുള്ളും പിടിപ്പിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി രസമാണ്, നല്ല സ്റ്റാൻഡേർഡാണ്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് എടുക്കാം, ചർച്ച് വെയർ ആയിട്ട് കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും, ഏത് ഏജ് ഗ്രൂപ്പിന് വേണമെങ്കിലും കൊടുക്കാം. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവർ ഒരു ലളിതം സുന്ദരമായിട്ടുള്ള സാരികൾ, ഒത്തിരി പട്ടും ഒത്തിരി തിളക്കങ്ങളും ഒക്കെ ഇടാതെ വെച്ച് ഒരു മിനിമലായിട്ടുള്ള സംഭവങ്ങൾ ഇടുന്നവരാണല്ലോ, അവർക്ക് നല്ല സാരി. ഇത് അടുത്തത് ആഷ് കളർ ഡിസൈൻ, കണ്ടോ? നിറച്ചു വിത്ത് ഫുള്ള് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ആപ്ലിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സാരിയുടെ സ്റ്റഫും ഡിസൈനും എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ ഡിസൈൻ ആപ്ലിക്ക് വർക്കിന് വന്നേക്കുന്ന കളറിൽ മാത്രം ചേഞ്ചസ് വരും. ഇതിൻ്റെ എല്ലാം ബോഡിയിലും ബുട്ടയുണ്ട് കേട്ടോ. ബോഡിയിൽ ഞാൻ പറഞ്ഞില്ല, ബോഡിയിലും ഇങ്ങനെ ബുട്ട പോലെ ഓരോ ഫ്ലോർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, മറ്റേതിനൊന്നും സ്കാലപ്പ് ചെയ്തിട്ടില്ല. ഇതിനിങ്ങനെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ട്. ബ്ലൗസ് പഴയ അതുപോലെ തന്നെ കയ്യേൽ കയ്യേലുണ്ട്. ബ്ലൗസിന് കയ്യേൽ ഇതാണ് ബ്ലൗസ്. ഒറ്റ പൂവേ ഉള്ളൂ, 2 കയ്യിലും പിടിപ്പിക്കാനായിട്ട്. സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സൈഡിൽ. ഓരോന്നിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. ഒരേ മോഡലിന് ഒരു റേറ്റാണ്. റേറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിലുള്ള വ്യത്യാസം. അടുത്തത് ഇത് ഈ ഒരു പിങ്ക് കളർ, നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. ബോഡിക്ക് ഇങ്ങനെ ഇതുണ്ട്, ഡിസൈനുണ്ട്, കണ്ടോ? മുന്താണി കാണിച്ചു തരാതെ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ എന്നാ രസമാണ്, നോക്ക് കണ്ടോ? ഞാൻ മേത്തിട്ട് കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി വർക്ക് ഒന്ന് കാണാനുണ്ട്. ഈ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങാണ് ആപ്ലിക്ക് വർക്ക്. ആപ്ലിക്ക് വർക്കിൻ്റെ ഫിനിഷിങ്ങിലാണ് കാര്യം. അത് ശരിക്കും നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അത് തന്നെ സ്കാലപ്പ് വർക്ക് ചെയ്ത് വേറണം. ഇതും ലാവണ്ടർ ഷെയ്ഡാണ്, വേറൊരു ഡിസൈൻ. നിങ്ങളിത് ഉറപ്പായിട്ടും സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ രസമായിരിക്കുന്ന ഈ സാരി ഫോൾ വെച്ചിട്ട് കൊടുത്താൽ, സാരി ഫോളും വെച്ച് ബ്ലൗസിന് ലൈനിങ്ങും വെച്ച് ബ്ലൗസിലെ കയ്യിലാ ഒരു വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ ഇതുണ്ട് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന ആളിൽ എന്നെ നീറ്റായിട്ടാണ് നോക്ക്. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ കുറേയൊക്കെ. പിന്നെ ബോഡി ഇങ്ങനെ പോകും. ബോഡിയെല്ലാം ഒരു ഇത്, ബ്ലൗസെല്ലാം ഒരൊറ്റ പൂ കയ്യെ വരും. ഈ ഒരു ഒന്ന് കട്ട് ചെയ്തു. വേറൊരു ഫാബ്രിക് ഉണ്ടോ, നല്ല നിറച്ചും വർക്കുള്ള നല്ല ഇതും ഈ പറഞ്ഞ പോലെ നല്ല നീറ്റാണ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ, അവധിക്കാലമൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനൊക്കെ സ്കൂൾ തുറക്കും, അങ്ങനെ പിന്നെ നമുക്ക് ഫങ്ഷനുകളുണ്ട്, അങ്ങനെയൊക്കെ പോകാനായിട്ട് നല്ല ഭംഗിയായിട്ട്
നല്ല രീതിക്ക് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാണ്. ഇതെല്ലാം ത്രെഡ് വർക്ക്. അത് നെറ്റ് കോട്ടയാണ്, ഫാബ്രിക് നെറ്റ് കോട്ടയാണ്. വൈറ്റാണ്, വൈറ്റേനും ബ്ലാക്കേലും. മുന്താണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരിതില്ല. ബോഡി ഇങ്ങനെ തന്നെ, ഫുള്ള് ബോഡി ഇങ്ങനെ വരും. പിന്നെ ഇത് നമ്മുടെ ഇങ്ങനെ പോകുന്ന ഭാഗത്ത്, പിന്നെ ബാക്കിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് അറിയാലോ, കുറച്ച് ഭാഗത്ത് ബോർഡറിൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ചും കൂടെ മേളിലേക്ക് കയറി വന്നിട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ബോർഡറിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മേളിലേക്ക് കയറി വന്നിട്ടാണ് ആ ഒരു വർക്ക്. നല്ല നെറ്റ് കോട്ടയുടെ ഫാബ്രിക്കാണ്, ഭയങ്കര നല്ല സോഫ്റ്റുമാണ്. ബ്ലൗസ് പ്ലെയിന്, ബ്ലൗസിന് നിങ്ങളത് ലൈനിങ് വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ സൂപ്പറായിരിക്കും. നെറ്റ് കോട്ടയുടെ ഫാബ്രിക് ബ്ലൗസ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അതിൻ്റെ തന്നെ ബ്ലാക്ക്, ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടാതെ പോകുന്നില്ല. ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു എന്നാ പറയുക, നല്ലൊരു ലുക്ക് കിട്ടുന്ന സംഭവം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ എവർഗ്രീൻ ഹിറ്റാണ്. എന്നാലും നെറ്റ് കോട്ടായാലും കൂടെ വരുമ്പോൾ, നെറ്റ് കോട്ടായി ഇത് വന്നേക്കുന്നത് മാത്രമല്ല, ഇതിന് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്, അതിനും ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ കാണിച്ചതിനും ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്ക്. ഇവിടം വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. താഴത്തെ ബോർഡറാണ് ഇത്, ഞാൻ തിരിച്ചിട്ടാണ് കാണിക്കുന്നത്. ബോർഡറിൻ്റെ ഭാഗം വരുന്ന ഇത് അകത്ത് ഏറ്റവും അകത്ത് പോകുന്നത് ബ്ലൗസിൻ്റെ പാർട്ടും കൂടിയാണ്. ഇത് ബ്ലൗസ് സ്കാലപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഡിസൈനൊന്നുമില്ല. കണ്ടോ, നല്ല സാരീസ് അല്ലേ. പിന്നെ വേറെ 1-2 സാരി ഞാൻ കാണിക്കാം. ഫങ്ഷൻ വെയർ സാരീസ് കാണിക്കണമെന്ന് ഒത്തിരി പേര് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറച്ച് സാരീസ് മാത്രം കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, ഫങ്ഷൻ വെയർ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. നമ്മുടെ ബനാറസി ബോർഡർ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സാരിയാണ്. മഞ്ഞയും പച്ചയും എല്ലാവർക്കും ഹിറ്റാണെന്നറിയാലോ. കൂടുതലാണോ അവിടുത്തെ കട്ട് ചെയ്തിട്ട് എടുക്കണോ? ഇതുണ്ട്, നല്ല രസമല്ലേ. ഇതിൻ്റെ നിങ്ങൾ മുന്താണി നോക്കിക്കേ, എന്നാ രസമാണ്. ബനാറസിയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി, ബനാറസി ബോർഡർ. പണ്ടൊക്കെ ഇങ്ങനത്തെ സാരികളൊക്കെ ഈ കാഞ്ചീപുരം ബോർഡറും ജക്വാഡ് വീവിങ്ങും നീംസറി ബോർഡറും ഇങ്ങനത്തെ ഒക്കെ വരുമ്പം എന്തുമാത്രം റേറ്റായിരുന്നു. ഇപ്പം ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ കടകളും ഇഷ്ടം പോലെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ ശരിക്കും ഞാൻ പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, ശരിക്കും കസ്റ്റമേഴ്സിന് നല്ലതാണ്. അത് കസ്റ്റമേഴ്സിന് റേറ്റ് മാക്സിമം കുറച്ച് കിട്ടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ 1, 2, 3 കടകൾ കാണും. അവർ പറയുന്നതാണ് റേറ്റ്. ഓൺലൈനിലോ ഇൻ്റർനെറ്റിലോ ഒന്നും വില അറിയാൻ ഒരു മാർഗ്ഗമില്ല. അവരാണ് അതിൻ്റെ എന്നാ പറയുന്നത് ഉസ്താദുക്കൾ എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അത് നല്ലതാണ്. അവർക്കൊത്തിരി ചോയ്സസ് കിട്ടുന്നുണ്ട് അല്ലേ. ഇതുണ്ട് മഞ്ഞയും പച്ചയും. ഇതാണ് വന്നിട്ട് ഇങ്ങനെ റേറ്റ് എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനായിട്ടോ. ബ്ലൗസ് വന്നിട്ട് ദേ ഇങ്ങനെ, ഇതാണ് ബ്ലൗസ്. നല്ല പച്ച ബ്ലൗസ്, മഞ്ഞയും പച്ചയും എവർഗ്രീൻ ഹിറ്റാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഇത്. അത് വന്നിട്ട് ബനാറസിയുടെ വേറൊരു ടൈപ്പ്. ഇത് വിസ്കോസ് ബനാറസിയാണ്. ഇതിൽ ചെറിയ ബുട്ടാസ് വരുന്നത്. ഇപ്പം സെലിബ്രിറ്റീസ് എല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ ചെറിയ ബുട്ടാസ് എന്ന് പറയുന്നത് നമുക്കൊരു ക്യൂട്ട് ലുക്ക് തരുന്ന ഒരു സാധനം. ചെറിയ ബുട്ടാസ് വന്നിട്ട് ബോഡിയെ നിറച്ച്, ഞാൻ നോക്കിയിട്ട് എനിക്ക് നേരത്തെ ബോഡിയെ പ്ലെയിൻ ഉള്ളത് ഭയങ്കര ആരാധികയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ബോഡിയെ ചെറിയ ബുട്ടാസ് ഉള്ളത് കുറച്ചും കൂടെ ക്യൂട്ട്നെസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വരും എന്താണ് കേട്ടോ. ഇപ്പോൾ വാടാമുല്ല കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, അല്ലെങ്കിൽ റാണി പിങ്കും മെറൂണിൻ്റെ ഒക്കെ തനി മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല. മെറൂണും വാടാമുല്ലയൊക്കെ കൂടെ മിക്സ് ആയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് വരുന്നത്. ബ്ലൗസ് ബ്രൊക്കേഡ് ബ്ലൗസാണ്. നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വരും, ആ മുന്താണിക്ക് വരുന്നതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വരും. പിന്നെ ബനാറസ് ഇനി ഇഷ്ടംപോലെ കാണിക്കാനുണ്ട്, അത് വേറെ ദിവസം കാണിക്കാം. എല്ലാം കൂടെ ഒരു ദിവസം കാണിക്കേണ്ടെന്ന് ഓർത്തിട്ട് കേട്ടോ. ഇത് കേട്ടോ, നല്ലൊരു എന്താ പറയുക, കാഞ്ചീപുരം സാരികളുടെയൊക്കെ പറയാൻ നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും നല്ല വീതിങ്, ഇത്രയും നല്ല സോഫ്റ്റാണ്. ഇത് പടുപടാന്നിരിക്കുന്നതല്ല, ഇത് പല ലെയറിൽ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് തോന്നുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഞങ്ങൾ ഷോപ്പിലെ ഓൺലൈൻ ഈ വിഷുവിൻ്റെ വീഡിയോ ചെയ്തപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയായിരുന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു അത് നിവർത്തി കാണിക്കുക എന്ന് പറഞ്ഞ്. ഇതാണ് സാരി കേട്ടോ. നല്ല ആൻറ്റിക് ടച്ച് തരുന്ന നല്ല ഒരു സംഭവം. ബ്ലൗസ് ഇത് വന്നിട്ട് ബ്ലൗസ് നോക്കിയിട ഇതുണ്ടല്ലോ,
കാഞ്ചീപുരം സാരികൾ ഉടുക്കുന്ന പോലെ തന്നെ അതാ പറഞ്ഞത്. ഇപ്പോൾ കാഞ്ചീപുരം സാരി നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും 10,000 കൊടുത്ത് 25,000 കൊടുത്ത് എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഉടുക്ക കഴിഞ്ഞ് എടുത്ത് കബോർഡിനകത്ത് അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ വേറെ സാരിക്ക് പോകും. ഇതാണ് മുന്താണി. ബ്ലൗസ് ഇതാണ് ബ്ലൗസ്. ആ ഒരു ആൻറ്റിക് ടച്ച് തരുന്ന ഒരു മെഹന്തി അല്ലെങ്കിൽ ഡാർക്ക് കളർ വരുന്ന വീവിങ്ങുമായിട്ടുള്ള ബ്ലൗസ്. സൈസ് മെറൂണിൻ്റെ ഒരു മെറൂണിഷ് ഷെയ്ഡാണ് ബോഡിക്ക്. അതിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് വരും. സെയിം ആണ്. റേറ്റ് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് നോക്കുന്നില്ല. എനിക്കിപ്പം അങ്ങനെ പറയാൻ അറിയത്തില്ലെന്നല്ല നോക്കിക്കൊണ്ടിരുന്ന രണ്ടും കൂടെ നടക്കത്തില്ല. ഇത് മുന്താണി. പർപ്പിളിൻ്റെ ഡാർക്ക് കോപ്പർ ബോർഡർ, കോൺട്രാസ്റ്റ് ഗ്രീൻ ബോർഡർ. എന്താണ് ഇത്? ഈ പണ്ടാരാണ്ട് പറഞ്ഞ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കണ്ണിനെ കൈയും കാണിക്കരുതെന്ന് പറഞ്ഞ പോലെ ഈ പെണ്ണുങ്ങളെ തുണി കാണിച്ച സാരി വീഡിയോ ആണെന്നൊന്നും ഓർക്കത്തില്ലേ, സാരിയിലോട്ട് നോക്കി ഇടയ്ക്ക് അങ്ങ് നിന്ന് പോകും. പിന്നില്ലേ നിങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫംഗ്ഷനുകളുടെ കാലം, അപ്പോൾ കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ കല്യാണം വീട്ടിലുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ വെഡ്ഡിങ് പർച്ചേസ് ഒന്നും പറയുന്നില്ല, ഇപ്പോൾ ബ്രൈഡിനുള്ള പർച്ചേസ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒത്തിരി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി പേർക്ക്, ചിലരൊക്കെ 50-60 സാരീസ് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഗിഫ്റ്റ് കൊടുക്കണമല്ലോ മാമിമാർക്കും ചിറ്റമാർക്കും ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാനൊരു സാരി കാണിക്കാതെ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ കാണിക്കുന്ന ഇത് കണ്ടോ, കണ്ടോ, 860 രൂപയേ ഉള്ളൂ. കല്യാണത്തിനൊക്കെ കൊടുക്കാനും ഒക്കെ നല്ല സാരിയല്ലേ. നിങ്ങളിതിൻ്റെ മുന്താണി നോക്കിക്കേ, നല്ല രസമാണ്. ഡാർക്ക് മുന്താണിയും ഇത് വരും ബ്ലൗസ്. ബോഡി ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് ഇത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. കളറുള്ളവർക്കോ കളറില്ലാത്തവർക്കോ കളർ കുറഞ്ഞവർക്കോ ഒക്കെ കൊടുക്കാം. അതിൻ്റെ ഒത്തിരി കളറുകളുണ്ട് കേട്ടോ. ഞാൻ 2 കളർ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പർച്ചേസിനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി നല്ലതാണ്. നിങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ട് വരുവാണെങ്കിൽ സ്റ്റോക്ക് വരുന്ന ദിവസം ഞങ്ങൾ കറക്റ്റായിട്ട് പറയാം. നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അല്ലെ ഒരു പ്രാവശ്യം, മിനിമം ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം കൂടുതലും വരും. മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പുതിയ സ്റ്റോക്ക് എല്ലാ ആഴ്ചയിലും ഏത് ഓഫ് സീസൺ ആണെങ്കിലും, ഏത് പെരുമഴക്കാലമാണെങ്കിലും, ഏത് എന്നാ പറയുന്നത് ഭയങ്കര ചൂടുകാലത്തിന് എന്നാ പറയുന്നത് വേനൽക്കാലമാണെങ്കിലും ഞങ്ങൾ പർച്ചേസ് മുടക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ലോങ് ടൈമാണ് വിചാരിക്കുന്ന ഒരു സ്ഥാപനം. അല്ലാതെ ഇന്ന് നാളെ ഇപ്പോൾ പർച്ചേസിൻ്റെ ആവശ്യമുണ്ടോ, ഇപ്പോൾ വലിയ കസ്റ്റമേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചാൽ അത് വേസ്റ്റ് ആയിപ്പോകും, അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്കില്ല. ഞാൻ എന്നും ഫ്രഷായിട്ട് തന്നെ എൻ്റെ കട കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസിന് വരുവാണെങ്കിൽ, ഇപ്പോൾ ഈ വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിനൊക്കെ വരുവാണെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ചോദിച്ചിട്ട് വരുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് സ്റ്റോക്ക് വരുന്ന ദിവസം നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ടാറ്റാ.